ഹായ് ഓൾ, എല്ലാവർക്കും അഹവ ഇംഗ്ലീഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ള ഗ്രാമറിൻ്റെ ഫസ്റ്റ് സെക്ഷൻ. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്, എന്തൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒഴിവാക്കിക്കൂടാൻ സാധിക്കാത്ത ഒന്നാണ്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കാറ്റഗറി. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. ടു വിച്ച് വേർഡ് ഈസ് അസൈൻഡ്. അതായത് ഒരു കാറ്റഗറിയിൽ വേർഡിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? വേർഡ്സ് ആണ്. വേർഡ്സിൻ്റെ കാറ്റഗറിയാണ്. ഇനി വിത്ത് ഇറ്റ്സ് സിൻടാക്റ്റിക് ഫങ്ഷൻസ്, അതായത് ഓരോ കാറ്റഗറിയിലും ഉള്ള വേർഡ്സിന് ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു കമ്പനി ചെന്നാൽ പല തസ്തികകൾ ആ ജോലിയിൽ അല്ലെങ്കിൽ ആ കമ്പനി സ്ഥാപനത്തിൽ ഉണ്ടാവും അല്ലേ. മാനേജർ ഉണ്ടാവും, അസിസ്റ്റൻറ്റ് മാനേജർ ഉണ്ടാവും, ക്ലർക്ക് ഉണ്ടാവും, അക്കൗണ്ടൻ്റ് ഉണ്ടാവും, സ്വീപ്പർ ഉണ്ടാവും. അപ്പം ഓരോരുത്തർക്കും ഓരോ ഫങ്ഷനും ഓരോ കാറ്റഗറി ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇവിടുത്തെ കമ്പനി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ കമ്പനിയായിട്ട് റെഫർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ നമ്മൾ പല വേർഡുകൾ കൂട്ടിച്ചേർത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു സെൻറ്റൻസ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസിൽ ചിലപ്പം ഒരു പദത്തിനോ അല്ലെങ്കിൽ പദസമൂഹങ്ങൾക്കോ ചില ഫങ്ഷൻസ് ഉണ്ടാവും അല്ലേ. ചില കാര്യങ്ങൾ അത് നമ്മളോട് പറയും. അപ്പം അങ്ങനെ ഒരു സെൻറ്റൻസിലെ വേർഡിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് എന്ത്, പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ശബ്ദഭേദങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി നമുക്ക് മനസ്സിലാവാനായിട്ട് പദങ്ങളുടെ ധർമ്മങ്ങൾ, അതായത് വേർഡ്സിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, ഇറ്റ്സ് എ കാറ്റഗറി ഇൻ വിച്ച് വേർഡ്സ് ആർ അസൈൻഡ് ടു പെർഫോം സം സിൻടാക്റ്റിക് ഫങ്ഷൻസ്. അതായത് ഓരോ ലാംഗ്വേജിൻ്റെ ചില ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി വേർഡ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് പാർട്സ് ഓഫ് സ്പീച്ചിലൂടെ ചെയ്യുന്നത്. അപ്പം മിക്ക ആൾക്കാർക്കും എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും 8 എന്ന് പറയും അല്ലേ. ശരിയാണ്. എന്നാൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം ഇംഗ്ലീഷിൽ 9 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നോക്കാം. നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓർ ഡിറ്റർമിനർ. അങ്ങനെ 9 നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നൗൺ ആണ് അല്ലേ. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം. നൗണിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നൗൺ റെഫേഴ്സ് ടു എ പേഴ്സൺ, എ പ്ലേസ്, എ തിങ്, ഐഡിയ, ഇമോഷൻ, ആനിമൽ ഓർ ക്വാളിറ്റീസ്. അതായത് ഒരു പേഴ്സണെ, ഒരു വ്യക്തിയെ, ഒരു പ്ലേസിനെ, ഒരു സ്ഥലത്തെ, ഒരു തിങ്, ഒരു വസ്തുവിനെ, ഒരു ഐഡിയ, ഒരു ആശയത്തെ, ഒരു ഇമോഷൻ, ഒരു വികാരത്തെ, ആനിമൽ, ഒരു മൃഗത്തെ, അല്ലെങ്കിൽ ക്വാളിറ്റീസ്, അതായത് വിശേഷതകളെക്കുറിച്ച് നമ്മൾ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാർട്ട് ഓഫ് സ്പീച്ചാണ്. അതായത് അങ്ങനെ സെൻറ്റൻസിലെ വേർഡ് ഒരു പേഴ്സണെയോ പ്ലേസിനെയോ തിങ്ങിനെയോ ഐഡിയയോ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മളതിനെ നൗൺ എന്ന് പറയും. അപ്പം ഉദാഹരണമായിട്ട് ഞാനിവിടെ ചില നൗൺസ് തന്നിട്ടുണ്ട്. മാൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ റെഫർ ചെയ്യുന്നു. മനുഷ്യൻ. റോയ് ഒരാളുടെ പേരാണ്, അതൊരു പേഴ്സണെ റെഫർ ചെയ്യുന്നു. സിറ്റി അതെന്ന് പറയുന്നത് ഒരു പ്ലേസിനെ റെഫർ ചെയ്യുന്നു അല്ലേ. ഇനി റിവർ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് അല്ലേ, അതിനെ റെഫർ ചെയ്യുന്നു. ഡൽഹി എന്ന് പറയുന്നതും ഒരു സ്ഥലത്തിനെ, ഒരു പ്ലേസിനെ റെഫർ ചെയ്യുന്നു. വാച്ച് എന്ന് പറയുന്നത് ഒരു സാധനമാണ്, ആ സാധനത്തെ റെഫർ ചെയ്യുന്നു. തിങ്ങിനെ റെഫർ ചെയ്യുന്നു. നോട്ട്ബുക്ക്, ഇറ്റ്സ് എ തിങ്. റിലിജിയൻ എന്ന് പറഞ്ഞാൽ ഒരു ആശയമാണ്, ഒരു ഐഡിയ ആണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നതും ഒരു ആശയമാണ്. ലവ്, ആങ്കർ എന്താണ്? ഇമോഷൻസ് ആണ്. ഒരാൾക്കുണ്ടാകുന്ന ഇമോഷൻസിനെ റെഫർ ചെയ്യുന്ന വേർഡ്സ് ആണ് ലവും ആങ്കറും. ഡോഗ്, ക്യാറ്റ്, ഈ 2 നാമങ്ങൾ എന്തിനെ റെഫർ ചെയ്യുന്നു? ആനിമൽസിനെ റെഫർ ചെയ്യുന്നു. ബ്രേവ് ആൻഡ് സ്റ്റബോൺ. ബ്രേവ് എന്ന് പറഞ്ഞാൽ വീരൻ,
അല്ലെങ്കിൽ വീര്യം. സ്റ്റബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലയോ കടിച്ചാൽ പൊട്ടാത്തത്, അല്ലെങ്കിൽ പാറ പോലെ കഠിനമായത്. അങ്ങനെയുള്ള വിശേഷണങ്ങൾക്ക് പറയുന്ന ആ വിശേഷണങ്ങളെ റെഫർ ചെയ്യുന്ന നാമങ്ങളാണ് ബ്രേവ് ആൻഡ് സ്റ്റബോൺ. അങ്ങനെ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സണെയോ പ്ലേസിനെയോ തിങ്ങിനെയോ ഐഡിയയോ ഇമോഷൻസിനെയോ ആനിമൽസിനെയോ ക്വാളിറ്റീസിനെയോ റെഫർ ചെയ്യുന്നതാണ്. സെൻറ്റൻസിലെ സബ്ജക്റ്റായിട്ടും ഒബ്ജക്റ്റായിട്ടും ആക്ട് ചെയ്യാൻ നൗണിന് സാധിക്കും. ഓക്കെ, ഇനി നൗൺസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ്, അബ്സ്ട്രാക്റ്റ്, കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, കോമൺ, പ്രോപ്പർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അത് എടുക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അത് മിസ് ചെയ്യരുത്. ഇതിപ്പം നമ്മൾ ജനറൽ ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ. ഇപ്പം നൗൺസിൻ്റെ സെൻറ്റൻസിൽ നമ്മൾ എങ്ങനെ റെഫർ ചെയ്യുന്നു വരുന്നു എന്നുള്ള എക്സാമ്പിൾ ഞാനിവിടെ പറയുകയാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, റോബിൻ വെൻ ടു ദ സൂ. റോബിൻ സൂവിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് നൗൺസ് ആണുള്ളത്. റോബിൻ എന്ന് പറയുന്ന ഒരു പേഴ്സണിൻ്റെ നെയിമും നാമവും, സൂ എന്ന് പറയുന്ന ഒരു പ്ലേസിന് കൊടുക്കുന്ന റെഫർ ചെയ്യുന്ന പേരാണ് സൂ എന്ന് പറയുന്നത്. അപ്പം റോബിൻ ആൻഡ് സൂ ആർ ദ നൗൺസ് ഇൻ ദിസ് സെൻറ്റൻസ്. അടുത്ത സെൻറ്റൻസിലേക്ക് ശ്രദ്ധിക്കുക. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അല്ലേ, അത് ഹോണസ്റ്റി, സത്യസന്ധത ഒരു നല്ല നയമാണ്. അപ്പം സത്യസന്ധത എന്നുള്ളതും നയം എന്നുള്ളതും എന്താണ്? ഐഡിയാസിനെ സൂചിപ്പിക്കുന്നതാണ്. സോ അത് രണ്ടും നൗൺസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസിഫിക്കേഷൻ പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. എന്താണ് പ്രോനൗണിൻ്റെ ഫങ്ഷൻ? പ്രോനൗൺ റീപ്ലേസസ് നൗൺ ആൻഡ് അവോയ്ഡ് റെപ്പറ്റീഷൻ. അതായത് സെൻറ്റൻസുകളിൽ നൗണിൻ്റെ റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നൗണിന് പകരമായി വരുന്ന ആളാണ് പ്രോനൗൺ. പ്രോനൗൺ ഒരിക്കലും നൗൺ അല്ല. നൗണിൻ്റെ ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന വ്യക്തിയാണ് ഇംഗ്ലീഷ് സെൻറ്റൻസിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. എന്താണ് ഈ ആവർത്തന വിരസത എന്ന ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റോബിൻ വെൻ ടു ദ സിനിമാസ്. റോബിൻ വെൻ വിത്ത് റോബിൻസ് ഗേൾഫ്രണ്ട്. റോബിൻ കിസ്ഡ് റോബിൻസ് ഗേൾഫ്രണ്ട്. അല്ലേ, ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു സാധനമാണ്. റോബിൻ എന്ത് ചെയ്തു? സിനിമയ്ക്ക് പോയി. റോബിൻ റോബിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെയാണ് പോയത്. റോബിൻ റോബിൻ്റെ ഗേൾഫ്രണ്ടിനെ കിസ് ചെയ്തു. അല്ലേ, പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മളൊരു എഴുതുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇത് ആരോടെങ്കിലും പറയുമ്പോൾ റോബിൻ 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 എന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന, റോബിൻ എന്ന് പറയുന്നത് നൗണാണ്, അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. സോ അത് മാത്രമല്ല, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പകരം പ്രോനൗൺ എഴുതും. എങ്ങനെ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് അല്ലാത്ത ഇംഗ്ലീഷ് സെൻറ്റൻസിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റാം? അത് താഴെ കൊടുത്തിട്ടുണ്ട്. റോബിൻ വെൻ ടു ദ സിനിമാസ്. He went with his girlfriend. He kissed her. റോബിൻ വെൻ ടു ദ സിനിമ എന്ന് പറഞ്ഞാൽ അത് അതേപോലെ നിലനിർത്തി. കാരണം നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ റോബിൻ വെൻറ്റ് വിത്ത് റോബിൻസ് ഗേൾഫ്രണ്ട്. അല്ലേ, അപ്പോൾ അവിടെ റോബിൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഹീ എന്ന പ്രോനൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹീ വെൻറ്റ് വിത്ത് ഹിസ് ഗേൾഫ്രണ്ട്. റോബിൻസ് എന്നുള്ളതിന് പകരം നമ്മൾ എങ്ങനെ എഴുതി? ഹിസ് എന്ന പ്രോനൗൺ അവിടെ ആഡ് ചെയ്തു. ഇനി അടുത്ത സെൻറ്റൻസ്, റോബിൻ കിസ്ഡ് റോബിൻസ് ഗേൾഫ്രണ്ട്. അല്ലേ, നമ്മളപ്പോൾ ആദ്യം ഗേൾഫ്രണ്ട് എന്ന് പറയുന്ന ഒരാളിനെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതൊരു സ്ത്രീലിംഗമായുണ്ട്. ശ്രദ്ധിക്കുക, ഹീ കിസ്ഡ് ഹെർ. അതായത് റോബിൻസ് ഗേൾഫ്രണ്ട് എന്ന് പറയുന്ന അത്രയും നൗൺ ഫ്രേസിനെ മൊത്തം മാറ്റി നമ്മൾ ഹെർ എന്ന് പറയുന്ന പ്രോനൗണിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് സെൻറ്റൻസ് പ്രിസൈസായി, ക്ലിയർ ആയി. മനസ്സിലായോ? അപ്പോൾ പ്രോനൗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നൗണിനെ റിപ്ലേസ് ചെയ്ത് സെൻറ്റൻസിനെ ക്ലിയർ ചെയ്യുക, സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. പ്രോനൗൺസിന്റെ എക്സാമ്പിൾ ആണ് ഐ, വി, യു, ഹി, ഷീ, ഹിസ്, ഹെർ, മൈ. ഇനി പ്രോനൗൺസിനെ തന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റീവ് പ്രോനൗൺസ്, ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് ആൻഡ് പൊസസീവ് പ്രോനൗൺസ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വേർബ് ആണ്. വേർബ് അല്ലെങ്കിൽ ക്രിയ. ക്രിയ എന്ന് പറഞ്ഞാൽ വേർബ് റെഫേഴ്സ് ടു ആൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ്. രണ്ടാമതായിട്ട് ഇറ്റ് ടെൽസ് ദ ടൈം ഓഫ് ആക്ഷൻ ആൻഡ് വെദർ ദ നൗൺ ഈസ് പ്ലൂറൽ ഓർ സിംഗുലർ. ഓക്കെ, അപ്പോൾ വേർബ് എന്താ ചെയ്യുന്നത്?
ഒരു ആക്ഷനെയോ ഒരു സ്റ്റേറ്റിനെയോ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പം വേർബിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ഉള്ള വേർഡ്സിനെ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ വേർബ് എന്നാണ് പറയുന്നത്. ഒരു ഇംഗ്ലീഷിലെ ഏതൊരു സെൻറ്റൻസ് എടുത്താലും അതിൽ സബ്ജക്റ്റ് ആൻഡ് വേർബ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. സോ അപ്പോൾ വേർബിന് എക്സാമ്പിളായിട്ട് നമ്മളിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ വേർഡ്സ് ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് നമ്മളുടെ വേർബ് എന്ന് പറയുന്ന വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, വോക്ക് നടക്കുക, ടോക്ക് സംസാരിക്കുക, പ്ലേ കളിക്കുക, വാച്ച് കാണുക, ലിസൺ ശ്രദ്ധിക്കുക, റൈറ്റ് എഴുതുക, റീഡ് വായിക്കുക. ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ളതാണ്. ബിയുടെ വിവിധ ഫോമുകളുണ്ട്. ബിക്ക് ഈസ്, ആം, ആറ്, വാസ്, വെയർ, അങ്ങനെ പല ഫോമുകളുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പക്ഷേ അത്ര എണ്ണത്തിനും കൂടെ കംപ്രൈസ് ചെയ്ത് ബി എന്നൊരു വേർബ് ഫോമാണ് ഉള്ളത്. ഡു എന്നൊരു ഫോമുണ്ട്, അതിന് 2 ഫോമുണ്ട്, ഡസ് ആൻഡ് ഡു. ആൻഡ് ഹാവിന് 2 ഫോമുണ്ട്, ഹാസ് ഓർ ഹാവ്. അപ്പം ഡാൻസ് ചെയ്യുക അല്ലേ, ബി എന്ന് പറയുന്നു, ആയിരുന്നു, ആണ്, അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ബി എന്ന വെർബ് യൂസ് ചെയ്യുന്നു. ഡു പ്രവൃത്തി ചെയ്യുന്നു, ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബാണ് ഡു എന്ന് പറയുന്നത്. ഹാവ് എനിക്കുണ്ട്, എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ സൂചിപ്പിക്കുന്നതാണ് ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, ഡാൻസ് എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുക. ഇനി വേർബിൻ്റെ എക്സാമ്പിൾസിലേക്ക് നമ്മൾ പോവുകയാണ്. റോയ് വാക്സ് എവറി ഡേ, ദേ പ്ലേ എവറി വീക്കെൻഡ്. നമ്മളിവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ സെൻറ്റൻസിൽ വർക്ക് നടക്കുക എന്നുള്ള വേർബാണ്, പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എസ് എന്ന് പറഞ്ഞൊരു ഫോം ആഡ് ചെയ്തിട്ടുണ്ട്. റോയ് എന്നൊരു വ്യക്തി സിംഗുലർ ആയതുകൊണ്ട് വേർബിൻ്റെ എസ് ഫോംസ് നമ്മൾ ആഡ് ചെയ്യും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേർബിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് ശ്രദ്ധിക്കുക, ഐ ആം എ ടീച്ചർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു വേർബ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അതായത് ഇംഗ്ലീഷിനെ കുറിച്ച് അറിവില്ലാത്തവർക്ക് ചിലപ്പോൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല, ഏത് ഇനത്തിൽ വേർബ് എന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ല. എന്നാൽ ശ്രദ്ധിക്കുക, ആം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. ഞാനൊരു ടീച്ചർ ആകുന്നു. അപ്പം എൻ്റെ സ്റ്റേറ്റ് കാണിക്കുകയാണ് അല്ലേ. മുമ്പിലത്തെ 2 സെൻറ്റൻസിൽ നമ്മൾ ആക്ഷൻ ആണ് കണ്ടതെങ്കിൽ ഈ സെൻറ്റൻസിൽ നമ്മൾ സ്റ്റേറ്റ് ആണ് കണ്ടത്. ഐ ആം എ ടീച്ചർ. ആം എന്ന് പറയുന്നത് ബിയുടെ ഒരു വ്യത്യസ്തമായ ഫോമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. സോ അടുത്തത്, ഐ ഹാവ് എ പെൻ. എനിക്കൊരു പേന ഉണ്ട്. എൻ്റെ സ്റ്റേറ്റ് ആണ് അത് കാണിക്കുന്നത്, എനിക്കൊരു പേന ഉണ്ട്. ഐ ഹാവ് എ പെൻ. അവിടെ ഹാവ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വേർബ്. ഹി റോട്ട് ദ പോയം. ഇവിടെ റൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ എഴുതുക എന്നുള്ളതിൻ്റെ വേർബ്. അതേസമയം ഇവിടെ ഹി റോട്ട് ദ പോയം, അവൻ കവിത എഴുതി കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞു അല്ലേ. അതായത് കാലത്തെ അത് കാണിക്കുന്നുണ്ട് വേർബ് കൊണ്ട്. റോട്ട് എന്ന് പറയുന്ന ഒരു വേർബ് അവിടെ വന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സിലായത് അത് എഴുതി കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ടെൻഷൻ അടിക്കേണ്ട, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേർബ് എന്ന് പറയുന്ന ഡീറ്റെയിൽ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വേർബ് എന്ന് പറയുന്ന എന്താണ് എന്ന കൺസെപ്റ്റ് മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവട്ടെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും, അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.